NSSന് ഉമ്മൻചാണ്ടിയുടെ മകൻ്റെ പിന്തുണ ലഭിച്ചത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. നമുക്കറിയാം, സുകുമാരൻ നായർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ ചിലപ്പോൾ സത്യങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും അതിനെ ആരും മൈൻഡ് ചെയ്യാതെ പോയതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. ആ ആരോപണം ഉന്നയിച്ചത് മുൻ മന്ത്രി ഗണേഷ് കുമാറാണ്. അതുകൊണ്ട് തന്നെ ഓരോ കരയോഗങ്ങളും ഒറ്റക്കെട്ടാകുന്ന കാഴ്ചയാണ് കണ്ടത്. വളരെയധികം പാരമ്പര്യവും മഹത്തരവുമായ ഒരു സംഘടനയിൽ തമ്മിൽ തല്ല് നടന്നത് ഒരു നല്ല പ്രവണതയല്ല എന്നെല്ലാവർക്കും അറിയാം. എങ്കിലും അതിലും സുകുമാരൻ നായർക്കൊപ്പം നിൽക്കാൻ കാരണം ഗണേശനെ പോലെയുള്ള ഒരു സാമൂഹിക വിപത്തായിട്ടുള്ള ഒരാളുടെ ഇടപെടൽ തന്നെയാണ്. അങ്ങനെ മുൻമന്ത്രി KB ഗണേഷ് കുമാറും NSSും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ MLAയും അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ MLA ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ള ചോദ്യങ്ങളോട് ആദ്യം പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയെങ്കിലും പിന്നീട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ പൂർണ്ണമായി പിന്തുണക്കുന്ന ഒരു നിലപാടാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചത്. മറ്റുള്ള നേതാക്കന്മാരെ പോലെയല്ല. KM മാണി, അതുപോലെ ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കന്മാരൊക്കെ കോട്ടയം ജില്ലയുടെ ഭാഗം തന്നെയാണ്. അവർ ചങ്ങനാശ്ശേരി ആസ്ഥാനമായുള്ള NSSൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് വലിയ ചർച്ചയാകുമെന്നുള്ളതിൽ സംശയമില്ല. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തങ്ങളെ കാണാനെത്തുന്നവരോടെല്ലാം തന്നെ ഏറ്റവും മാന്യമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപമാനിക്കാൻ ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ വളരെ ഹീനമാണെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ശൈലി ഉണ്ടാകും. ആ ശൈലിയെ വേറൊരു രീതിയിൽ വക്രീകരിച്ച് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുമാണ് MLAയുടെ കാഴ്ചപ്പാട്. സുകുമാരൻ നായർ കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണെന്നും കേരളത്തിൻ്റെ തന്നെ സ്വത്താണെന്നും ചാണ്ടി ഉമ്മൻ ഉറപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, NSS SNDP എന്നൊക്കെ പറയുന്നത് കേരളത്തോടൊപ്പം തന്നെ ചരിത്രമുള്ള മഹത്തായ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്കെല്ലാം അവരുമായി വലിയ ബന്ധങ്ങളുമാണ്. പക്ഷേ ഇപ്പോഴത്തെ സമുദായ നേതാക്കൾ അനാവശ്യമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുകയും തോന്നിയവാസങ്ങൾ പറയുകയും ചെയ്യുന്നു. ചിലർ മുഖ്യമന്ത്രിയെ വരെ അപമാനിക്കുമ്പോൾ ചില നേതാക്കൾ വർഗീയ വിഷം ചീറ്റുകയാണ്. ഒപ്പം തന്നെ ക്രിമിനൽ കേസുകളിലും ഇവർ ഭാഗവാക്കാകുന്നു. ഇതെല്ലാം കൊണ്ട് അവർക്കെതിരെ എതിർശബ്ദങ്ങൾ വരുന്നു എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. അങ്ങനെയാണ് NSS ജനറൽ സെക്രട്ടറിയും പ്രതിരോധത്തിലായത്. അത് എതിർത്തുകൊണ്ട് നായർ സമുദായത്തിൽ നിന്നും കൂടുതൽ ആളുകൾ വന്നെങ്കിലും അധികാരമോഹമുള്ള ചിലർ പൊട്ടിത്തെറിച്ചു അതിനിടയിൽ. അതിൽ ഗണേശൻ നേതൃത്വം കൊടുത്തതോടെ നായർ സമൂഹം ഒന്നടങ്കം അപകടം മണത്തെറിഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം ഗണേശൻ സമൂഹത്തിന് ആപത്ത് എന്ന് കേരളത്തിനറിയാം. സ്ത്രീ വിഷയത്തിൽ മാത്രമല്ല, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ തന്നെ അപകടമാണ് ഗണേശൻ്റെ സാന്നിധ്യമെന്ന് പല കാര്യങ്ങളും ഇതിനു മുൻപ് തെളിയിച്ചതാണ്. ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തെപ്പോലെ ആരായാലും ജനങ്ങൾക്ക് പ്രിയങ്കരനായിരുന്ന ഒരു മുഖ്യമന്ത്രി ചെയ്യാത്ത കാര്യങ്ങൾ സമൂഹത്തിലെ നൂറാംകിട ക്രിമിനലുകളെ കൂട്ടുപിടിച്ച് പോലീസിനെ വരെ സ്വാധീനിച്ച് കുറ്റപത്രത്തിൽ തന്നെ എഴുതി ചേർത്ത ഒരാൾക്ക് നല്ല പലതിനെയും നശിപ്പിക്കാൻ കഴിയുമെന്ന് ഗണേശൻ തെളിയിച്ചു കൊടുത്തതാണ്. അതോടെ നായർ സമുദായം ഒന്നടങ്കം ഗണേശനെതിരെ തിരിഞ്ഞു. സുകുമാരൻ നായർ പ്രായാധിക്യമൊക്കെ കൊണ്ട് പെരുമാറുന്നതാണെന്നും എന്നാൽ ഗണേശൻ്റെ വരവ് ഈ സമുദായത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും സമുദായ അംഗങ്ങൾ ഉറപ്പിച്ചു. അതിനിടയിൽ കോട്ടയത്തെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനും രംഗത്തെത്തിയതോടെ കളി മാറി. ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ വെറും സുകുമാരൻ നായർക്ക് വേണ്ടിയല്ല, അത് NSS എന്ന മഹാപ്രസ്ഥാനം വഴിതെറ്റി പോകാതിരിക്കാൻ കൂടിയായിരുന്നു. നമുക്ക് ചാണ്ടി ഉമ്മൻ MLAയുടെ ആ വാക്കുകൾ കേട്ടു നോക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ NSS ജനറൽ സെക്രട്ടറി ഏറ്റവും മാന്യമായിട്ടാണ് അവിടെ വരുന്നവരോട് പെരുമാറുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വളരെ ഹീനമാണ് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്ക് അവരുടേതായ ശൈലി കാണും. ആ ശൈലിയെ വേറൊരു തരത്തിൽ വക്രീകരിച്ച് പറയുന്നത് അത് ശരിയല്ല. ശ്രീ സുകുമാരൻ നായർ അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ സ്വത്താണെന്ന് ഞാൻ പറയും. MLAമാർ DC പ്രസിഡന്റ് ആവാൻ പാടില്ലെന്നുണ്ട്. അല്ല, അത് അങ്ങനെ നാഥനില്ലായിരിക്കൊന്നുമില്ല. അവർ നല്ലപോലെ ഇപ്പോഴും നടത്തുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. ഈ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ചർച്ചകളൊക്കെ തുടങ്ങുകയാണ്. ചാണ്ടി ഉമ്മന്റെ ഒരു അഭിപ്രായം എന്താണ്? എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നില്ല. അത് പാർട്ടി ലീഡർഷിപ്പ് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അതിൻ്റെ കൃത്യമായ തീരുമാനമെടുക്കും. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയാൻ തയ്യാറല്ല. മാത്രമല്ല, ഞാൻ പറയേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. ഈ MP MLAമാരൊക്കെ ആവാൻ കഴിയുമോ? ഒരു ഫുൾ ടൈം വേണമോ എന്ന ചോദ്യം ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയട്ടെ, MP MLA ആയാലും ഫുൾ ടൈം ആയിട്ട് അവർക്കും പ്രവർത്തിക്കാമല്ലോ.
അങ്ങനെ ഒരു ഫുൾ ടൈം ആവത്തില്ല എന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എലിജിബിളാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഫുൾ ടൈം വേണമെന്ന് നിർബന്ധമില്ല. അല്ല, MP ആയാലും MLA ആയാലും ഫുൾ ടൈം. ഇപ്പോൾ കെ സുധാകരൻ അതേ ഫുൾ ടൈം അല്ലായിരുന്നു. അപ്പം നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? MP ആയതുകൊണ്ടോ MLA ആയതുകൊണ്ടോ ഫുൾ ടൈം അല്ലാതെ വരും എന്ന് പറയാൻ പറ്റും. അപ്പം MP മാരും MLA മാരും എലിജിബിൾ ആണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി, കാരണം കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഗണേഷ് കുമാർ NSS തമ്മിലുള്ള. അപ്പോൾ ഗണേഷ് കുമാർ NSSന്റെ വളരെ ശക്തമായ ആരോപണം ഉന്നയിച്ചത്, ഇതിനെന്താ നിലപാട്? ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ NSS ജനറൽ സെക്രട്ടറി ഏറ്റവും മാന്യമായിട്ടാണ് അവിടെ വരുന്നവരോട് പെരുമാറുന്നത്. തീർച്ചയായിട്ടും അതത്തെ അവമാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ വളരെ ഹീനമാണ് എന്ന് പറയാതിരിക്കാൻ വഴിയില്ല. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്ക് അവരുടേതായ ശൈലി കാണും. ആ ശൈലിയെ വേറൊരു തരത്തിൽ വക്രീകരിച്ച് പറയുന്നത് അത് ശരിയല്ല. ശ്രീ സുകുമാരൻ നായർ അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ സ്വത്താണെന്ന് ഞാൻ പറയും.